നമസ്കാരം. വയനാട് എം പി പ്രിയങ്കയുടെ ഭർത്താവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാര്യാ സഹോദരനും വ്യവസായിയുമായ റോബർട്ട് വാദ്രയ്ക്കെതിരെ വീണ്ടും അന്വേഷണവുമായി ഇഡി. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ചോദ്യം ചെയ്യലിനായി കൊണ്ടുപോവുകയും ചെയ്തു. ലണ്ടനിലെ ഭൂമി ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയെന്നാണ് ആരോപണം. ഭൂമി ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കലിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനാണ് ഹാജരാകാൻ. ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടായിരുന്നു വാദ്ര ഇഡി ഓഫീസിൽ കാൽനടയായി എത്തിയത്. ഇഡി കേസ് രാഷ്ട്രീയ പകപോക്കലാണ്, തനിക്കെതിരായ രേഖകൾ ഇഡി കെട്ടിച്ചമച്ചതാണെന്നും രാജ്യത്തിന് അനുകൂലമായി സംസാരിക്കുമ്പോൾ തന്നെ അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്, എല്ലായ്പ്പോഴും എല്ലാ ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്, അത് തുടരുന്നു എന്നും വാദ്ര ചോദ്യം ചെയ്യലിന് ഹാജരാകവെ പ്രതികരിച്ചു. 2008 വാദ്രയുടെ കമ്പനിയായ സ്കൈലൈറ്റ് ഹോസ്പിറ്റാലിറ്റി ഗുഡ്ഗാവിലെ ഷിക്കോപോർ ഗ്രാമത്തിൽ ഏകദേശം 3 ഏക്കർ ഭൂമി ഓംകരേശ്വർ പ്രോപ്പർട്ടീസിൽ നിന്ന് 7.5 കോടി രൂപയ്ക്ക് വാങ്ങിയിരുന്നു. തുടർന്ന് വാദ്രയുടെ കമ്പനി ഈ ഭൂമിയുടെ 2.71 ഏക്കർ 58 കോടി രൂപയ്ക്ക് ഹരിയാനയിലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഭീമനായ DLFന് വിറ്റു. ഈ വരുമാനം ഒരു കള്ളപ്പണ പദ്ധതിയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നതിനാലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. PMLA പ്രകാരം വാദ്രയുടെ മൊഴി ഇഡി ഔദ്യോഗികമായി രേഖപ്പെടുത്തും. അടുത്ത ഘട്ടങ്ങളിൽ ഇദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന സൂചനയുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുടുംബ ബന്ധങ്ങളാൽ ശ്രദ്ധേയ കേന്ദ്രമായ റോബർട്ട് വാദ്രയെ ചുറ്റിപ്പറ്റിയുള്ള ആരോപണങ്ങൾ വീണ്ടും വിവാദങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.